ഇടുക്കി കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ RSS ആക്രമണത്തിൽ ആശുപത്രി ജീവനക്കാരുടെ പ്രതിഷേധം. ആശുപത്രി ജീവനക്കാർ കുമളി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മീര ജോർജ് സമരം ഉദ്ഘാടനം ചെയ്തു. ജോസിൽ ചേരുന്നു. ജോസിൽ, എപ്പോഴായിരുന്നു ആക്രമണം? മറ്റ് വിശദാംശങ്ങൾ. ഷമ്മി, ഇന്നലെ വൈകിട്ടാണ് RSS പ്രവർത്തകർ ഇത്തരത്തിൽ കുമളിയിലെ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ ആക്രമണം അഴിച്ചുവിട്ടത്. കുമളി 1-ാം മൈലിൽ ഓട്ടോ സ്റ്റാൻഡിൽ വാഹനം പാർക്ക് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടതായ തർക്കത്തിൽ ഒരു വിഭാഗത്തിന്റെ പക്ഷം പിടിച്ച് ആണ് ഈ RSS പ്രവർത്തകർ ഈ ആശുപത്രിയിൽ എത്തിയത്. ഈ കുമളി ഓട്ടോ സ്റ്റാൻഡിലുണ്ടായ തർക്കത്തിൽ പരിക്കേറ്റ ആളുകളുടെ മുറിവ് ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭിന്നശേഷിക്കാരനെയാണ് ഉൾപ്പെടെയാണ് RSS പ്രവർത്തകർ ആക്രമിച്ചത്. ഈ മുറിവ് പറ്റിയ ആളെ വീണ്ടും ഈ RSS പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഇയാളുടെ മുറിവ് ഡ്രസ് ചെയ്തുകൊണ്ടിരുന്ന ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റായ സന്തോഷ് എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരനായ ആളെയുമാണ് ഈ RSS പ്രവർത്തകർ ആക്രമിച്ചത്. അത് മാത്രമല്ല, ആശുപത്രി ഉപകരണങ്ങൾ തല്ലി തകർക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായി. ഒരു പൊതുമുതൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെയാണ് തല്ലി തകർത്ത് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനെല്ലാം എതിരെയാണ് ആശുപത്രി ജീവനക്കാർ പോലീസിൽ പരാതിപ്പെട്ടത്. ഇന്നലെ തന്നെ ഈ 6 RSS പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് അവരെ പീരുമേട് കോടതിയിൽ ഹാജരാക്കും എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും അതിശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് CIT നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് CIT നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ട്. അതുപോലെ തന്നെ ആ പ്രദേശത്തെ CPM പ്രവർത്തകരും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ആശുപത്രി ജീവനക്കാരും തങ്ങളുടെ ഒരു ഭിന്നശേഷിക്കാരനും കൂടിയായ ജീവനക്കാരനെതിരെ RSS പ്രവർത്തകർ നടത്തിയ ഇത്തരത്തിൽ മൃഗീയമായ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഇടുക്കിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ RSS ആക്രമണം, ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിഷേധം കുമളിയിൽ നടക്കുന്നു. ജോസിലാണ് വിവരങ്ങൾ നൽകിയത്.